എന്ന് പറഞ്ഞാൽ നല്ല പുതിയതും ഉണ്ട്, അതുപോലെ ചീത്ത കാര്യങ്ങളായ പുതിയതുമുണ്ട് എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ വാദം. അല്ലേ? അല്ലാന്നോ? അങ്ങനെയൊന്നുമില്ല. ശേഷം വായിക്കുന്നില്ല. ശേഷം വായിക്കല്ലോ. ശേഷം പറഞ്ഞെന്താ? പിന്നെ നല്ല പുതിയുണ്ട് പറഞ്ഞത്. നല്ല പുതിയ ഇവിടെ പറഞ്ഞത്. പിന്നെ നല്ല പുതിയ നല്ല പുതിയതുണ്ട് ഇവിടെ പറഞ്ഞത്. അതായത് ഹസനക്കർത്ഥം ഉണ്ടാവും. പിന്നെ നല്ല പുതിയതുണ്ട്, ആകാത്ത പുതിയത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞെന്താ? മുസ്ലിയാരെ കുറച്ചൊക്കെ നമുക്കും തിരിയും. അതുകൊണ്ട് തിരിക്കാൻ നോക്കണ്ട. അതായത് ഇവിടെ യഥാർത്ഥത്തില് എന്തുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു? നമ്മുടെ നാടുകളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ നിൽക്കുന്ന നാട്ടുകാരെ നിങ്ങളെപ്പോലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ചെന്താ? വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്, ഹദീസ് ഉണ്ട്, അതേപോലെ സ്വഹാബിമാരുടെ പിൻബലമുണ്ട്. എന്തിനാണ് അലവി സഖാഫി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചു പോയത്? എന്താ അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ഉദ്ഘാടനം ചെയ്തത്. ആഘോഷം ഉദ്ഘാടനം ചെയ്തത് ജിബ്രീലാണ്. അപ്പൊ ജിബ്രീൽ ഉദ്ഘാടനം ചെയ്ത ഖുർആനിലെ ആയത്തുള്ള ഹദീസുള്ള 4 ഖലീഫമാര് പഠിപ്പിച്ച ഹസൻ ബസരി പറഞ്ഞ അതേപോലെ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞൊരു കാര്യം പിന്നെ എങ്ങനെ മുസ്ലിയാരെ നല്ല പുതിയതാകുക? അത് പഴയതല്ലാവുള്ളൂ. അത് പഴയതല്ലാവുള്ളൂ. അഞ്ഞ് കുറച്ചും കൂടി കേൾക്കും, ഇനി കുറച്ച് കേൾക്കും, നാട്ടിലേക്ക് നമ്മളെ മനസ്സിലാകുക. അല്ല തരാം, അങ്ങനെ സമയം തരാം, അങ്ങ് കേട്ടോളി, നാട്ടിലേക്ക് കേൾക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇത് എങ്ങനെ നല്ല പുതിയതാകുക? സൂറത്ത് യൂനുസിൽ ആയത്തുണ്ടെന്ന് പറയുന്നു, അതേപോലെ ഹദീസ് ഉണ്ടെന്ന് പറയുന്നു, ബുഖാരിയിലടക്കം ഹദീസ് ഉണ്ടെന്ന് പറയുന്നു, അബൂലഹബ് വരെ ഞങ്ങൾക്കതിന് മാതൃകയാണ് എന്ന് പറയുന്നു, 4 ഖലീഫമാരിന്റെ മഹത്വം പറഞ്ഞു എന്ന് പറയുന്നു, താബിഈങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ പറയാൻ നല്ല പുതിയതാണ് എന്ന്. അവിടെ തന്നെ പൊളിഞ്ഞു ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അതിനപ്പുറത്ത് നല്ല പുതിയത് ആരുണ്ടാക്കിയാലും ആര് പറഞ്ഞാലും അത് നല്ല പുതിയതാവുകയില്ല. എന്തുകൊണ്ട്? ദീനിൽ അങ്ങനെ നല്ല പുതിയതുണ്ടാക്കാൻ ഒരാൾക്കും അനുവാദമില്ല. അതുകൊണ്ട് ഇനി ഏത് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ ഇത് നല്ല വിധേയത്താണ് എന്ന് കണ്ടാലും ശരി, അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 തരത്തിൽ പണ്ഡിതന്മാർ നോക്കിക്കണ്ടു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇബ്നു ഹാജ് മാലിക്കിയുടെ അൽ മദ്ഖൽ എന്ന കിതാബാണിത്. ഈ ഇബ്നു ഹാജ് തങ്ങള് ഈ മൗലിദുമായി ബന്ധപ്പെട്ട് പേജ് കണക്കിന് സംസാരിക്കുന്നു. ഇതിന് ശേഷം അദ്ദേഹം അതിന് ഏകദേശം അവസാന ഭാഗത്ത് പറയാ, ഒരാൾ ഈ തിന്മകളൊക്കെ ഒഴിവാക്കി, ഫഇൻ ഖലാ മിൻഹു, എല്ലാ തിന്മയിലും ഒഴിവായി, വഅമില തുആമൻ ഫഖത്ത്, അയാൾ ഭക്ഷണം ഉണ്ടാക്കുക മാത്രം ചെയ്തു. റബീഉൽ അവ്വൽ 12-ന് ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി, വേറെ ഒന്നും ചെയ്തില്ല. വനവാബിഹിൽ മൗലിദ, അദ്ദേഹം അതുകൊണ്ട് മൗലിദാണ് ഉദ്ദേശിച്ചത്. ഒരു ഭക്ഷണം ഉണ്ടാക്കുക മാത്രം ചെയ്തു, എന്നിട്ട് മൗലിദ് ഉദ്ദേശിച്ചു. വദഅ ഇലൈഹിൽ ഇഖ്വാന, സഹോദരന്മാരിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. വസലിമ മിൻ കുല്ലി മാ തഖദ്ദമ ദിക്റുഹു, മേലെ നമ്മൾ പറഞ്ഞ എല്ലാ തിന്മയിൽ നിന്നും ഇത് ഒഴിവാവുകയും ചെയ്തു. ഒരു ശർറുമില്ല, ഒരു തിന്മയില്ല. ആകെ എന്താ ചെയ്തുള്ളൂ? കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി 4 മൂലയന്മാരെ വിളിച്ചു തിന്നാൻ കൊടുത്തു. ഇത് മാത്രം അയാൾ ചെയ്താലും ശരി, ഫഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു. നമ്മൾ മലയാളം പറയണ്ട, എന്നാ കുഴപ്പമില്ലല്ലോ. പുത്തൻ വാദമൊന്നും പറയണ്ട, പുത്തൻ ആചാരമൊന്നും പറയണ്ട, അനാചാരമൊന്നും പറയണ്ട, അത് ബിദ്അത്താകുന്നു. സമയം തരാം. ഫഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു. ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്, അയാളുടെ ആ നിയ്യത്ത് കൊണ്ട് മാത്രം, മൗലിദ് എന്ന ആ നിയ്യത്ത് കൊണ്ട് മാത്രം അത് ബിദ്അത്തായി മാറും. എന്തുകൊണ്ട്? ഇത് അന്നദാലിക, തീർച്ചയായും അത് സിയാദത്തുൻ ഫിദ്ദീനി, ദീനിൽ വർദ്ധിപ്പിക്കലാണ്. അപ്പൊ മുഖാമുഖം പോലല്ല അർത്ഥം, മുഖാമുഖം പോലല്ല, അങ്ങനെ ചെറുതാക്കാൻ നോക്കണ്ട. ഇത് ദീനിൽ വർദ്ധിപ്പിക്കലാണ്. മാത്രവുമല്ല വലൈസ മിൻ അമലി സലഫിൽ മാദീന, കഴിഞ്ഞുപോയ മുൻഗാമികളുടെ പ്രവർത്തനത്തിൽ പെട്ടതല്ല അത്. വത്തിബാഉ സലഫി ഔലാ, മുൻഗാമികളെ പിൻപറ്റലാണല്ലോ ഏറ്റവും നല്ലത് എന്നല്ല, ബൽ ഔജബു, അതാണല്ലോ വാജിബായത്, അതാണല്ലോ നിർബന്ധമായത്. മിൻ അൻ യസീദ നിയ്യതൻ മുഖാലിഫതൻ ലിമാ കാനൂ അലൈഹി, അവരൊക്കെ ചെയ്തതിനെ എതിരായിക്കൊണ്ട് ഒരു പുതിയ നിയ്യത്ത് കൂടി ദീനിൽ കൂട്ടുക എന്നതിനേക്കാളും അവന് നിർബന്ധമായത് അവരെ പിൻപറ്റലാണ്. ലിഅന്നഹും അശദ്ദുൻ നാസി ഇത്തിബാഅൻ ലിസുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുൻഗാമികൾ നബിയുടെ സുന്നത്തിനെ അങ്ങേയറ്റം പിൻപറ്റിയവരാണ്. വതഅലീമൻ ലഹു, നബിയെ ബഹുമാനിക്കുന്നത് അങ്ങേയറ്റം കഠിനരായിരുന്നവർ. വലി സുന്നത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും അങ്ങേയറ്റം ബഹുമാനിച്ചവർ ആ മുൻഗാമികളാണ്. വലഹും ഖിദമുസ് സബ്ഖി ഫിൽ മുബാദത്തി ഇലാ ദാലിക,
ഈ നന്മയിലേക്ക് മുന്നേറുന്ന വിഷയത്തിൽ അവരാണല്ലോ എല്ലാ അർത്ഥത്തിലും മുമ്പേ നടന്നവർ. അതുകൊണ്ട് വലം യുൻഖൽ അൻ അഹദിൻ മിൻഹും, അവരിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അന്നഹു നവൽ മൗലിദ, അവർ മൗലിദ് ഉദ്ദേശിച്ചുവെന്ന് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നു ഹാജ് തങ്ങൾ തന്റെ അൽ മദ്ഖൽ എന്ന കിതാബിൽ. അതേപോലെ നേരത്തെ പറഞ്ഞു ഫാക്കിഹാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞെന്താ, ലാ അഅലമു, ഇത് കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും നിങ്ങൾക്ക്, പക്ഷെ ഇങ്ങനെ ഈ മനുഷ്യന്മാർ കേൾക്കുള്ളൂ. അത് നിങ്ങൾക്ക് ചോദിക്കാൻ നമുക്ക് മനസ്സിലായില്ലപ്പോ. ലാ അഅലമു ലിഹാദൽ മൗലിദി, ഈ മൗലിദിന് എനിക്കറിയില്ല അസ്ലൻ, ഒരടിസ്ഥാനവും അറിയില്ല, ഫീ കിതാബിൻ വലാ സുന്ന, കിതാബിലുമില്ല ഹദീസിലുമില്ല എന്ന് മാത്രമല്ല വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഇമാമീങ്ങളായ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ അൽ മുതമസ്സിഖൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളെ കാൽപാദങ്ങളെ പിൻപറ്റുന്ന മാതൃകാ യോഗ്യരായ പണ്ഡിതന്മാരായ ഇമാമീങ്ങളായ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അ, എന്നാൽ അത് ബിദ്അത്താകുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാർ രണ്ട് വീക്ഷണം രേഖപ്പെടുത്തുന്നു. ചിലർ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞു, ചിലർ മോശപ്പെട്ട ബിദ്അത്ത് എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു ഈ നിയ്യത്തുണ്ടായാൽ തന്നെ അത് ബിദ്അത്തായി, കാരണം മുൻഗാമികൾക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. ഇനി ഏത് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും എല്ലാവരും ഇത്തിഫാഖായി, എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണെന്ത്, ഉത്തമ നൂറ്റാണ്ടുകളിൽ ആർക്കും ഇത് പരിചയമില്ല. സ്വഹാബികൾക്കറിയില്ല, താബികൾക്കറിയില്ല, താബികൾക്കറിയില്ല, ഷാഫി ഇമാമിന് പോലും അറിയില്ല. ഉത്തമ നൂറ്റാണ്ടായ 3 നൂറ്റാണ്ടിൽ ഒരാൾക്ക് പോലും ഇത് പരിചയമില്ല എന്ന കാര്യത്തിൽ അവർക്കാർക്കും തർക്കമില്ല. അതുകൊണ്ട് ആ ഉത്തമ നൂറ്റാണ്ടുകാരുടെ പേരിൽ നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ കളവെഴുതി നാട്ടിൽ പ്രചരിപ്പിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ആ ഭാഗം എടുത്തു കൊടുത്തത്. ഒരു ഭാഗം മാത്രമായിട്ട് പ്ലീസ്, ഞാൻ ചോദിച്ച ഭാഗം മാത്രം പറഞ്ഞ മറുപടി അറിയാൽ മതി. എനിക്ക് ഒരു പങ്ങൾക്ക് കുറെ വഴൽ തരാൻ കഴിയും, എനിക്ക് അതിനെക്കാളും കഴിയും, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നാൽ മതി. വേറെ ഒരുപാട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വഴൽ പറയാൻ നിങ്ങൾ സ്റ്റേജ് ഇട്ടാ ആയിക്കോട്ടെ, ഞങ്ങൾ ഇട്ട് സ്റ്റേജ് ഞങ്ങൾ വഴൽ അറിയും. പക്ഷെ ഒരു കാര്യം, ചോദ്യം ചോദിക്കാൻ വന്നാൽ ചോദ്യത്തിനുള്ള മറുപടി ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കണ്ട. സമയം തരുന്നില്ല. തുടങ്ങിയോളം മുതൽ ഞങ്ങൾ ചോദിച്ചത്. പക്ഷേ ഒന്നാമത്തെ ചോദ്യകർത്താവ് കഴിച്ച് ബാക്കി ഇതുവരെയും ചോദിച്ച തരങ്ങൾ മാത്രമല്ലേ. പിന്നെ അങ്ങനെ നിങ്ങളെ വയലിന്റെ ബോധി തീർക്കാനാണ് മുഖാമുഖം എന്ന പേര്. അത് വെക്കേണ്ടി വരും. ചിലപ്പോ സംവാദം നോക്കും, വയത് നോക്കും, കണ്ണെന്ന് വെക്കും. വിഷയത്തിൽ കിടക്കാം. അപ്പൊ കാരണം ചോദിച്ചാല് നിങ്ങള് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. അത് ഞാൻ തീരുമാനിച്ചോളാം. മറുപടി ഞാൻ പറഞ്ഞോളാം. ചോദ്യങ്ങൾ ചോദിച്ചോളി, എന്തും ചോദിച്ചോളി, മറുപടി ഞാൻ പറഞ്ഞോളാം. ഞാൻ ചോദിച്ചതിനാണ് മറുപടി അറിയേണ്ടത്. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പോലെ ഞാനിപ്പോ എന്തിനാ ഈ വിഷയം എടുത്തത് അറിയോ? അതും കൂടെ പറയാം. ബിദ്അത്താണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൊടുത്തതിന് നിങ്ങളുടെ സ്വന്തം വകയായിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു? അനാചാരമാണ് എന്ന് കൊടുത്തു. ഇത് ഒരു പുതിയതാണ്, കൊടുത്തോളൂ, കുഴപ്പമില്ല. ആയിക്കോട്ടെ, പുത്തൻവാദം എന്ന് കൊടുത്തോളൂ, അല്ലെങ്കിൽ പുതിയതാണ് കൊടുത്തോളൂ. പക്ഷെ അനാചാരമാണെന്ന് പറഞ്ഞാൽ അത് മോശമാണ്, അത് തെറ്റാണ്. ശരി, എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി ശേഷം കൊടുക്കുന്നത് ഇങ്ങനെ ബിദ്അത്താണെന്ന് പറഞ്ഞിട്ട് ഖൈറായ കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലതാണ്, ബിദ്അത്തുൻ ഹസന. നേരത്തെ ചോദിച്ചില്ലേ പുതിയ, പിന്നെ എന്താണ് നല്ല പുതിയത് എന്നുള്ളതിന് ഇബാറത്ത് വെച്ചില്ലേനോ? ബിദ്അത്തെ ഹസന എന്നുള്ളതിന് എന്താ അറബി അല്ല മലയാളം? ബിദ്അത്തെ ഹസനത്തുൻ എന്ന് പറഞ്ഞതിന്റെ അറബി എന്താ, മലയാളം എന്താ? ഞാൻ ചോദിച്ചു അല്ല, ഈ ചോദ്യങ്ങൾ ഇത് മറുപടി. ചോദ്യം എന്താ? ബിദ്അത്തു ഹസന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നല്ല ബിദ്അത്ത്. അതന്നെ എന്ത് നല്ല ബിദ്അത്ത്, നല്ല ആചാരം. നല്ല ബിദ്അത്ത് പറഞ്ഞാൽ ബിദ്അത്ത് ആയിക്കോട്ടെ, ശരി. ഇനിയിപ്പോ മുസ്ലിയാരിപ്പോ തർക്കം എന്താ? തർക്കം എന്താ? നമ്മൾ വേണ്ട മലയാളം വിടുക, നിങ്ങളെ മലയാളം തന്നെ വിട്ടോളി. മലയാളം തർക്കം എന്താ? അപ്പൊ അസ്ഖലാനി ഇമാം ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതല്ല വിഷയം. അതന്നെ വിഷയം. അല്ല, അതന്നെ വിഷയം. അതിന് പുത്തൻവാദം എന്ന് പറയണോ, അതിന് അനാചാരം എന്ന് പറയണോ, ദുരാചാരം എന്ന് പറഞ്ഞ ഒന്നും പറഞ്ഞേക്കാം, ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ എല്ലാ നാടന്മാർക്കും പരിചയമുള്ള വാക്കാ ബിദ്അത്ത്. അതുകൊണ്ട് ഒരു മലയാളം പറയണ്ട. അസ്ഖലാനി ഇമാമിന്റെ പേരിൽ കളവ് എഴുതാൻ സമ്മതിക്കണ്ട. അപ്പൊ അനാചാരം എന്നുള്ളത് തെറ്റാണെന്ന് ഉറപ്പല്ലേ? അനാചാരം നിങ്ങൾ എഴുതിയത് തെറ്റല്ലേ? അല്ല. പിന്നെ എങ്ങനെ അതിനെ എത്ര വ്യക്തമായി പറഞ്ഞു ഇവിടെ? നിങ്ങൾ പറഞ്ഞ അർത്ഥം കൊടുക്കാൻ നിങ്ങൾ ഇറക്കിക്കോളിന്ന്. നിങ്ങൾ പറഞ്ഞ അർത്ഥം പുത്തൻവാദം കൊടുക്കണം എന്നാ പറഞ്ഞത്. ഞങ്ങൾ അത് പറയും. നിങ്ങൾ ഈ നാട്ടുകാർ തുറന്ന് പറയും. ഈ നാട്ടുകാർ നിങ്ങൾ തുറന്ന് പറയും ഇത് പുത്തൻവാദാണ്. അത് നിങ്ങൾ തുറന്ന് പറയും. അത് പറയുന്നുണ്ടോ? നേരെ മറിച്ച് 4 ഖലീഫമാരെ പേര് പൊള്ളു പറയാൻ പറ്റും. 4 ഖലീഫമാരെ പേര് പൊള്ളു അറിയാം.
അള്ളാന്റെ ഖുർആന്റെ പേരിലും പൊള്ളു പറയാം, ഹദീസിന്റെ പേരിലും പൊള്ളു പറയാം, ജിബ്രീലിന്റെ പേരിലും പൊള്ളു പറയാം. എന്നിട്ട് ബിദ്അത്ത് എന്ന വാക്കിന് അനാചാരം എന്ന് കൂടെ ഞങ്ങൾ സമ്മതിക്കൂല, ബാക്കിയൊക്കെ ഇങ്ങ് പറ്റും ചെയ്യും. ഈ കണ്ട എല്ലാ പൊള്ളും പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ബിദ്അത്ത് ആകുന്നു. നിങ്ങൾ ഒരർത്ഥം വെക്കണ്ട, ഇത് പുത്തൻ വാദമാണ് എന്ന് ഈ നാട്ടുകാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കി. ഈ നാട്ടിൽ നിങ്ങൾ ഇനി വഴ വെക്കുമ്പോ പറഞ്ഞു കൊടുക്കി മൗലിദ് ആഘോഷിക്കുക എന്നുള്ളത് പുത്തൻ വാദമാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോളി. എന്നാ തർക്കം കുറെ തീർന്നു, കുറെ തർക്കം തീർന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന ഏർപ്പാട് പുത്തൻ വാദമാകുന്നു എന്ന് നിങ്ങൾ എപ്പ വഴുത് പറയുന്നുവോ അവിടെ തർക്കം പകുതിയോടെ തീരും. നേരെ മറിച്ച് ഇത് സുന്നത്താണ് എന്നും ഇത് ഖുർആൻ ആയത്തുണ്ട് എന്നും ഇത് ഹദീസുണ്ട് എന്നും ഇത് ജിബ്രീൽ തുടങ്ങി എന്നും ഇത് സ്വഹാബിമാർ ചെയ്തുവെന്നും ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ് എന്നും മുസ്ലിമീങ്ങളുടെ 3 ഈദുകളിൽ ഒരു ഈദാണ് ഇത് എന്നും ഒക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നം. അതെങ്ങനെ മുസ്ലിയാരെ? ഒരു പുത്തൻവാദം എങ്ങനെ ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യാകാം? ഒരു പുത്തൻവാദം എങ്ങനെ മുസ്ലിമീങ്ങളെ ഈദായി മാറുക? ഒരു പുത്തൻവാദം എങ്ങനെ ജിബ്രീൽ സല്ലല്ലാഹു തുടങ്ങി വെച്ചു എന്ന് പറയുക? ഒരു പുത്തൻവാദം എങ്ങനെ 4 ഖലീഫമാർ ചെയ്തു എന്ന് പറയുക? ഒരു പുത്തൻവാദം എങ്ങനെ താബിഈങ്ങൾ ചെയ്തു എന്ന് പറയുക? അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. നിങ്ങൾ അങ്ങോട്ട് വരി, ആ പോയിന്റിലേക്ക് വരി. നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കി സംഗതി മുജാഹിദീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സംഗതി പുത്തൻവാദം തന്നെയാണ്, പക്ഷെ അനാചാരം എന്ന് പറഞ്ഞുകൂടാ എന്ന് നിങ്ങൾ പറഞ്ഞോളി. എന്നാ തർക്കം പകുതി തീരും. പിന്നെ നമുക്ക് അവിടെ തർക്കിച്ചാൽ മതിയല്ലോ. പുത്തൻവാദത്തിന് അനാചാരം ഉണ്ടാവോ അല്ല നല്ല ഉണ്ടാവോ എന്നല്ലേ പിന്നെ തീരുമാനിക്കലേ ഉള്ളൂ. ആ ശരി ശരി, ചോദിക്കും. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ സദസ്സിനും കൂടെ മനസ്സിലാക്കണം, ചോദിക്കാലോ. എന്റെ ചോദ്യം എല്ലാവർക്കും മനസ്സിലാക്കണം. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നബിദിനാഘോഷത്തെ കുറിച്ച് ബിദ്അത്താണെന്നല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് നല്ലതുണ്ട് ചീത്തയുണ്ട്. ശേഷം വാക്കിയതല്ലേ ഇവിടെ ബിദ്അത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബിദ്അത്തുള്ളൂ അല്ല പിന്നെ എന്തിനാ അനാചാരം നിർത്തുക നിങ്ങൾ? ബിദ്അത്തായതുകൊണ്ട് അനാചാരം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ബിദ്അത്ത് ഹസനാന്ന് എങ്ങനെ? അത് അവിടെ കൊടുക്കുക, അത് അവിടെ നോക്കുക. ഇവിടെ എന്തേ ഉള്ളൂ? ഇവിടെ ബിദ്അത്തുള്ളൂ. നിങ്ങൾ പറയുന്ന ആ വരിയിൽ ബിദ്അത്തുൻ ഹസനാന്നില്ലല്ലോ. അവിടെ എന്താ ഉള്ളത്? ബിദ്അത്തുന്ന അജാബ ബിമാ നസ്സുഹു അന്ന അസ്ല അമലിൽ മൗലിദി ബിദ്അത്തുൻ എന്നല്ലേ പറഞ്ഞുള്ളൂ. അവിടെ ഹസനത്തുമില്ല സയ്യത്തുമില്ല ഒന്നുമില്ല. അവിടെ ഹസന എന്ന് പറഞ്ഞ ബിദ്അത്താകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ബോധപൂർവം തന്നെ കൊടുത്തത് അനാചാരം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം കുറച്ച് വലുതാക്കി കൊടുക്കും ചെയ്യും. അടുത്ത വർഷം ഇറക്കുമ്പോൾ വലുതാക്കി കൊടുക്കും. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ പുത്തൻവാദം നിങ്ങളെ വക അത് കൂടി കൊടുക്കും ചെയ്യും. അങ്ങനല്ല, അനാചാരങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾ അപ്പളെ പുത്തൻവാദികളും വിദ്യാർത്ഥിക്കാരാകുള്ളൂ. അതുപോലെ തന്നെ അസ്കലാനി ഇമാമിന്റെ പേരിൽ കളവ് പറയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അവിടെ ഇങ്ങനെ അനാചാരമായ കാര്യത്തിന് മഹാനവറുകൾ ഹദീസിൽ നിന്ന് തെളിവ് കൊണ്ടുവരുമോ? ശേഷം അസ്വൻ സാബിത്ത് പറഞ്ഞല്ലേ പറയാനുള്ളത്? അതല്ലേ പറയാൻ പോണു നിങ്ങള്? അസ്വൻ സാബിത്ത് ഉണ്ടെന്നല്ലേ? അതുകൊണ്ടൊന്നും ഇത് പൊളിണില്ലല്ലോ. അതുകൊണ്ടൊന്നും എന്ത് പറയുന്നില്ല. ഉത്തമരായ 3 നൂറ്റാണ്ടിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ വസ്തുത, ആ യാഥാർത്ഥ്യം അങ്ങനെ തന്നെ സ്ഥിരപ്പെടുന്നുവല്ലോ. ആ വസ്തുതക്കല്ല ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ അതൊന്ന് തുറന്നു പറയും. എന്താ മുത്ത? ഒരു കാര്യം വരും. ആയിക്കോട്ടെ, ഞങ്ങൾ വളരെ അതോ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെ ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ബിദ്അത്ത് അനാചാരമായി, ബിദ്അത്ത് എന്ന് പറഞ്ഞ പുതിയതെന്നേ ഉള്ളൂ, അനാചാരം നിങ്ങൾ അത് കൊണ്ടുവന്നതാണ്. അത് കൂടുതൽ കാര്യങ്ങൾ അനാചാരമായ കാര്യങ്ങൾ വന്നാലേ അനാചാരമാകുള്ളൂ. അങ്ങനെയാണ് അസ്ഖലാനി ഇമാം പറയുന്നത്. മാത്രവുമല്ല കാര്യത്തിന് ബഹുമാനപ്പെട്ട അസ്ഖലാനി ഇമാം ഹദീസിൽ നിന്ന് തെളിവുണ്ട് ആണോ? ഇല്ല സഹോദരൻ, പ്രശ്നേ ഉദിക്കുന്നില്ല. അങ്ങനെ ശരി, അല്ല മതിയായല്ലോ. അപ്പൊ നിങ്ങളെ വക ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴാ പ്രശ്നമൊക്കെ വന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം എന്താ? 4 ഖലീഫമാർ ചെയ്തുവെന്നും താബഈങ്ങൾ ചെയ്തുവെന്നും ഖുർആനിൽ ആയത്തുണ്ട് എന്നും ഹദീസ് ഉണ്ട് എന്നും ഒക്കെ ഈ നാട്ടുകാർ പറഞ്ഞൊരു കാര്യം. ഈ സമൂഹത്തോട് ഇത് 4 ഖലീഫമാർക്ക് പരിചയമുണ്ട് എന്നാണ് ഈ നാട്ടിനെ പറഞ്ഞ് പഠിപ്പിച്ചത്. ആയത്തുണ്ട് എന്നാണ് പഠിപ്പിച്ചത്. എത്ര സ്ഥലങ്ങളിൽ ആയത്തോതി? സൂറത്ത് യൂനുസ് 88-ാമത്തെ ആയത്ത്. ഇതൊക്കെ ഇത് അലങ്കോലപ്പെടൽ മുസ്ലിയാക്കന്മാരെ ആവശ്യമാണ്. മുജാഹിദീങ്ങൾ മനസ്സിലാക്കുക, ഇത് അലങ്കോലപ്പെടൽ മുസ്ലിയാക്കന്മാരെ ആവശ്യം. അവർ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് പറയാം, നമുക്കതറിയാം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ അതിന് അവർക്കൊരിക്കലും അസമ്മതരാകേണ്ടതില്ല.
ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഇവിടെ ഈ മുഖാമുഖം ഇത്ര ഉഷാറായി ഈ സമൂഹത്തിന് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ഉതകുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നില്ല. ഇപ്പൊ മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞു പുത്തൻവാദം എന്ന് പറയാം. അപ്പൊ ഇത് ചെയ്യുന്ന ആളാണോ പുത്തൻവാദി, ഇത് വേണ്ടവനാണോ പുത്തൻവാദി? അത് ആലോചിച്ചാൽ മതി. ശരി, അടുത്ത ചോദിച്ചോട്ടെ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, എല്ലാവരോടും ഇരിക്കും, ഒരു പ്രശ്നമില്ല, ഇരിക്കും. ഇവിടെ ബഹുമാന്യരായ ഈ ശബ്ദം വളരെ ദീനിന്റെ നസീഹത്തോടു കൂടി കേൾക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു കാര്യം, ഇരിക്കും. ഇവിടെ ഇത്രയും കാലം കേരളത്തിൽ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്ന എന്താ? നബിദിനാഘോഷത്തിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്, അതുപോലെ തന്നെ മുൻഗാമികളായ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ മുസ്ലിയാരെ സംബന്ധിച്ചു ബിദ്അത്തിന് പുത്തനാശയം അല്ലെങ്കിൽ പുത്തൻ വാദം എന്നാണ് പറയേണ്ടത്. ശരി, നബിദിനാഘോഷം പുത്തൻ വാദമാണെന്ന് ഈ മുഖാമുഖത്തിലൂടെ അൽഹംദുലില്ലാഹ് തെളിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ആ സമസ്തക്കാരുടെ നാവുകളിലൂടെ തന്നെ നബിദിനാഘോഷം പുത്തൻ വാദമാണ്. ആ പുത്തൻ വാദത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുത്തൻ വാദങ്ങളും അനാചാരമാകുന്നു, എല്ലാ അനാചാരങ്ങളും നരകത്തിലേക്കാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ മുസ്ലിം പറഞ്ഞെന്താ? മുഖാമുഖം നടത്തുന്നില്ലേ നിങ്ങൾ എന്നാ. ഇവിടെ മുഖാമുഖം നടത്തുന്നത് പോലെയാണോ നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്? എങ്കിൽ നിങ്ങളത് സമൂഹത്തോട് പറയണം. ഞങ്ങൾ മുഖാമുഖം നടത്തുന്നത് പോലെയാണ് നിങ്ങൾ നബിദിനാഘോഷം നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ അത് സമൂഹത്തോട് പറയേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള രാവാണ്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷമാണ്, അതുപോലെ തന്നെ നബിദിനാഘോഷം കഴിക്കാത്തവർ പുത്തൻവാദികളാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും വാദല്ല. ഒരു മുഖാമുഖം നടത്തുന്നത് പോലെ ഞങ്ങൾ നബിദിനം ആഘോഷിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ മുസ്ലിയാരുടെ സംസാരത്തിൽ നിന്ന് സാധാരണക്കാർ ഈ വാക്ക് ശ്രദ്ധിക്കുന്നത്. ഫിത്ന ഉണ്ടാക്കാൻ വന്നോലെ എന്തായാലും ഫിത്ന ഉണ്ടാക്കും. സാധാരണക്കാർ ശ്രദ്ധിച്ചോളി, നിങ്ങൾ ഇക്കാലം വരെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എത്ര നബിദിന പ്രഭാഷണങ്ങൾ കേട്ടു? നബിദിനാഘോഷം പുത്തൻവാദമാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിയാർ പ്രസംഗം ഇത്രയും കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് കേൾക്കൂല. അതാണ് അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം പുത്തനാശയമാണ്, പുത്തൻ വാദമാണ്. ഇതിനെ ഗണ്ണിക്കാൻ അത് പുത്തൻ വാദമല്ല, റസൂൽ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല. പോകട്ടെ 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളെങ്കിലും ചെയ്തു എന്ന് തെളിയിക്കാൻ ഈ വന്ന മുസ്ലിയാർക്കോ ആ മുസ്ലിയാർക്ക് അത് അവരെ പറഞ്ഞേച്ച ആളുകൾക്കോ തെളിയിക്കാൻ കഴിയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഫൈൻ തനാസഅതും, വിശുദ്ധ ഖുർആൻ കാണാം, നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കൂ. അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരായത്ത് നബിദിനാഘോഷത്തിന് തെളിവായി ഉദ്ധരിക്കാൻ കഴിയില്ല, പ്രവാചകന്റെ ഹദീസ് ഉദ്ധരിക്കാൻ കഴിയില്ല. ഈ പുത്തൻ വാദം സ്ഥാപിക്കാനാണ് ഈ മുസ്ലിയാക്കന്മാർ അവിടെ വന്നിട്ടുള്ളത്. നിങ്ങളത് മനസ്സിലാക്കണം. ഇസ്ലാമിലുള്ള പുത്തൻ വാദം, ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടി ഈ പുത്തൻ വാദം സ്ഥാപിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സാധാരണക്കാർ ശരിക്കും ആ കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യകർത്താവിനുള്ള അവസരമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ അള്ളാന്റെ റസൂല് ആ മൂലന്മാരൊക്കെ ഒന്ന് ഇരുന്നാൽ തന്നെ സൈലന്റ് ആവും. സാധാരണക്കാർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം വന്ന മുസ്ലിംമാർ ഇരുന്നാ മതി, മുസ്ലിംമാരായ ആളുകൾ ഇരുന്നാ മതി. സാധാരണക്കാർ വളരെ ശാന്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാധാരണക്കാരനായ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നു. ദുരുദ്ദേശത്തോടു കൂടി വന്ന മുസ്ലിയാക്കന്മാർ തൽക്കാലം ഒന്ന് ഇരുന്ന് തന്നാൽ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് അബ്ദുറഹ്മാൻ സാഹിബ് ചോദിക്കും. പിന്നെ അള്ളാന്റെ റസൂല് 40 വയസ്സിൽ നുബുവത്ത് കിട്ടി. റസൂല് പല രൂപത്തിലും ഇസ്ലാം മത പ്രബോധനം നടത്തി. പള്ളിയിൽ വെച്ചും മരത്തിന്റെ ചോട്ടിൽ വെച്ചും പാറമ്മൽ വെച്ചും മലമ്പൽ വെച്ചും. അത് കഴിഞ്ഞ് സ്വഹാബത്തും നടത്തി. ഇന്ന് ഈ കാലം വരെ സൗദി അറേബ്യയിലും ഇസ്ലാമിക പ്രബോധനം നടക്കുന്നു. ഇതിന്റെ ഒന്നും
പ്രബോധനം നടത്തുന്നതിന്റെ വാർഷികം എടവണ്ണ ജാമ്യാനൂരിന്റെ വാർഷികം പോലെ, മർക്കസിന്റെ വാർഷികം പോലെ, പട്ടിക്കാട്ട് വാർഷികം പോലെ ഇങ്ങനെ വെക്കുന്നത് ഇന്നേ വരെ ഇല്ല. ഇത് ഇസ്ലാമിൽ ശരിയോ തെറ്റോ എന്നുള്ള ഒറ്റ വാക്കിൽ എനിക്ക് മറുപടി കിട്ടും. കുറെ വാക്കിലാക്കണ്ട, ഒറ്റ വാക്കിലും ശരിയോ തെറ്റോ. അബ്ദുറഹ്മാൻ സാഹിബ് ശാന്തമായി കേട്ടിരിക്കും. ബഹുമാനായ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചോദ്യത്തിന് മറുപടി, അത് ശരിയാണ്. അത് മതത്തിന്റെ ആചാരമായി കാണാത്ത കാലത്തോളം, കേക്കി, മതത്തിന്റെ ആചാരമായി കാണാത്ത കാലത്തോളം അത് ശരിയാണ്. അതേസമയം അത് മതത്തിന്റെ ആചാരമാണെങ്കിൽ, മതത്തിന്റെ ആചാരമായിട്ടാണ് എടവണ്ണ ജാമ്യന്റെ വാർഷികമെങ്കിൽ, മതത്തിന്റെ ആചാരമായിട്ടാണ് പട്ടിക്കാട് വാർഷികമെങ്കിൽ അതും ബിദ്അത്താണ്. അവിടെയാണ് നബിദിനാഘോഷവും ഇതും രണ്ടാകുന്നത്. നബിദിനാഘോഷവും ഇതും രണ്ടാകുന്നത് അവിടെയാണ്. ഇതും മതത്തിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കുകയാണെങ്കിൽ, കൊല്ലത്തൊരിക്കൽ നടത്തുന്ന സുന്നത്താണ് എന്നോ, അത് ഇന്ന മാസം ആകണമെന്നോ, അതിന്റെ മര്യാദകളോ, അത്ര മാസം ശ്രദ്ധിക്ക്, അത് ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്നോ, അത് മുസ്ലിമുകൾ ആഘോഷമാണ് എന്നോ ഒക്കെ പറയുകയാണെങ്കിൽ അതും ബിദ്അത്താണ്, അതും അനാചാരമാണ്, അതും അനിസ്ലാമികമാണ്. ഇവിടുത്തെ പ്രശ്നം താങ്കളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ ജന്മദിനാഘോഷം, റബീഉൽ അവ്വലിൽ നടത്തുന്ന ഈ ആഘോഷം ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്ന് ഈ മുസ്ലിയാക്കന്മാർ എപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണെന്ന്. അതേപോലെ മുസ്ലിമുകൾക്ക് 3 ആഘോഷമേ ഉള്ളൂ: ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ, അതേപോലെ ഈദ് മീലാദുൻ നബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് തുടങ്ങി വെച്ചത് എന്ന് അവർ പ്രസംഗിച്ചിട്ടുണ്ട്. അതേപോലെ 4 ഖലീഫമാർ ചെയ്തു എന്ന് വാദിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് അനിസ്ലാമികമായി മാറുന്നു. എന്നാൽ പട്ടിക്കാട് ജാമ്യന്റെ വാർഷികമോ ജാമ്യത്തുൽ ഹിന്ദിന്റെ വാർഷികമോ ആ നിലക്കുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത് മുസ്ലിമീങ്ങൾ ആഘോഷമാണ് എന്നും, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ് എന്നും, ഇത് സുന്നത്താണ് എന്നും, ഇതിന് വലിയ കൂലി കിട്ടുമെന്നും, ഇത് ഇന്ന ആയത്തൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദീനിൽ ഒരു ആചാരമായി കൊണ്ടുവരുന്നുവെങ്കിൽ അതും അനിസ്ലാമികമാണ്, അതും ബിദ്അത്താണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അത് നല്ല കാര്യമാണെങ്കിൽ സുന്നത്താണ്, കൂലിയുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഇത്രയും പൈസ ചെലവാക്കിയാണ്ടും ഇത്രയും സമയം ചെലവാക്കിയാണ്ടും ദീനിൽ ഒരു നിയമമുണ്ട്. നമ്മളെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കിയാലും സമയം അനാവശ്യമായിട്ട് ചെലവാക്കിയാലും തെറ്റായ ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള വാർഷികങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയാണ്ട് നമ്മൾ സമയം ചെലവാക്കുമ്പോൾ ശരിയാണോ, ദീനിൽ കൂലിയുള്ള കാര്യമാണോ കുറ്റമുള്ള കാര്യമാണോ? അനാവശ്യമായി ചെലവാക്കുന്നുവെങ്കിൽ ഒരു ഉറുപ്പ്യാണെങ്കിലും ചെലവാക്കാൻ പാടില്ല. അത് അധികമൊന്നും വേണ്ട, ഒറ്റ ഉറുപ്പ്യാണെങ്കിലും. ഇപ്പൊ ഇവിടെ ഈ പരിപാടി കളിക്കാൻ മൂലന്മാർ വന്നല്ലോ, ആ സമയം അനാവശ്യമാണ്. ഇതിന് ചെലവാക്കിയ പൈസ അനാവശ്യമാണ്, ഇതിന് പറഞ്ഞയച്ച അനാവശ്യമാണ്, അത് തെറ്റാണ്. അതേസമയം ന്യായമായ ആവശ്യത്തിനാണെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനാണെങ്കിൽ ലോകത്തെ എത്ര വലിയ സമ്പത്ത് കിട്ടുന്നതിനേക്കാളും ഖൈറാണ് നമ്മൾ വഴിക്ക് ഒരാൾക്കെങ്കിലും ഹിദായത്തിലേക്ക് വഴിയാകുന്നത്. അപ്പൊ ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടാൻ വേണ്ടി കോടാനുകോടി ചെലവഴിച്ചാലും അത് അനാവശ്യമല്ല. ഒരു മനുഷ്യന് ഹിദായത്തിന് കാരണമാകാൻ വേണ്ടി ശ്രദ്ധിക്കുന്നില്ല, ഒരു മനുഷ്യന് ഹിദായത്തിന് കാരണമാകാൻ വേണ്ടി കോടാനുകോടി ചെലവഴിച്ചാലും അത് അനാവശ്യമല്ല. അനാവശ്യമായിട്ട് ഒരു ഉറുപ്പ്യ ചെലവഴിച്ചാലും അത് തെറ്റാണ്, അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുമില്ല. ശരി. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ചെറിയൊരു കാര്യം അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചോദ്യത്തിൽ നിന്ന് ഈ മുസ്ലിയാക്കന്മാരായ ആളുകള് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം വളരെ ഇഖ്ലാസോട് ചോദിച്ചിട്ടുള്ളത്. മുജാഹിദുകളായ ആളുകൾ നബിദിനത്തെ എതിർക്കുന്നുണ്ടല്ലോ, പക്ഷെ അവർ കോളേജിന്റെ വാർഷികം ആഘോഷിക്കുന്നു, മുഖാമുഖങ്ങൾ നടത്തുന്നു. അപ്പൊ അത് ബിദ്അത്താണെങ്കിൽ ഇതും ബിദ്അത്താകണ്ടേ എന്ന. ശരി, നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നബിദിനാഘോഷത്തെ മുജാഹിദുകൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ദിവസത്തിന് ഇസ്ലാം പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലാത്ത ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കുന്നു. ആ ദിവസത്തിന് ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആഘോഷത്തിൽപ്പെട്ട 2 ആഘോഷങ്ങൾക്ക് പുറമെ 3ാമത്തെ ആഘോഷം മാത്രമല്ല, ബലിപെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകത ജാമ്യന്റെ അല്ലെങ്കിൽ ജാമിയത്തുൽ ഹിന്ദിന്റെ വാർഷികം വരികയാണ്, അന്ന് ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വം ജാമിയത്തുൽ ഹിന്ദിന്റെ വാർഷികത്തിന് അന്നുണ്ട് എന്ന് ജാമിയത്തുൽ ഹിന്ദിന്റെ ആളുകൾ വാദിച്ചാൽ അത് ബിദ്അത്താണ്, സംശയമില്ല. അപ്പോ നബിദിനാഘോഷത്തെ മുഖാമുഖവുമായും വാർഷികവുമായും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. അത് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ മുഖാമുഖം നടത്തുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
മുഖാമുഖം നടത്തിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇന്ന ദിവസത്തിൽ ഫറൂഖ് പേട്ടയിൽ ഇതാ ഇത്ര ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി 31 മഗ്‌രിബിന് ശേഷം ഫറൂഖ് പേട്ടയിൽ മുഖാമുഖം നടത്തൽ ദീനിൽ സുന്നത്താണ് എന്ന് ഈ ഇതിന്റെ സംഘാടകർ വാദിച്ചാൽ ഈ മുഖാമുഖം ബിദ്അത്താണ്. അപ്പോ ഇനി നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ റബീഉൽ അവൽ മാസത്തിന് ഒരു പ്രത്യേകതയും കൽപ്പിക്കുന്നില്ല, അന്ന് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമില്ല, അന്ന് ഇസ്ലാമിന്റെ ആഘോഷമല്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയാത്തിടത്തോളം കാലം മൗലിദാഘോഷം ബിദ്അത്താണെന്ന് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ സ്ഥാപനങ്ങളുടെ വാർഷികവും അതുപോലെ തന്നെ മുഖാമുഖ പരിപാടികളും രണ്ടാണ്. അത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം. ഇവർക്ക് നബിദിനാഘോഷം കഴിക്കാൻ അള്ളാന്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും തെളിവില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുഖാമുഖത്തെ നബിദിനാഘോഷം തെളിവാക്കുന്നത് സാധാരണക്കാർ മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും. ഇവിടെ ബോഡി കണ്ട് സൂഫിസം തെരീക്കത്ത് ഇസ്ലാമികമോ എന്നാണ്. എന്റെ പേര് സാദിഖ്. സൂഫിസവും തെരീക്കത്തും ഇസ്ലാമികമോ അനിസ്ലാമികമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഒരു 1.5 മണിക്കൂർ കേൾക്കാം. സലാഹുദ്ദീൻ മുസ്ലിം കേൾക്കണം. നിങ്ങൾ ഇങ്ങനെ മുജാഹിദീങ്ങളെ വായത് കേൾക്കുള്ളൂ, അല്ല കേൾക്കൂല. അതുകൊണ്ട് നിങ്ങളെപ്പോലത്തെ കേൾപ്പിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പൊ മുഖാമുഖം പേരിട്ടാ മൂലമാര് വരും, അപ്പോഴെങ്കിലും കേൾക്കും. രാത്രി പോയി കിടക്കുമ്പോഴെങ്കിലും ആലോചിക്കും. ഇപ്പൊ ചപ്പാണ്ടാക്കിയാലും രാത്രി ചെന്ന് കിടക്കുമ്പോ ഇങ്ങനെ തികട്ടി വരും. പഠിച്ചൊരു സംഗതി വരും പറഞ്ഞോട്ട് കുറച്ചൊക്കെ ഉണ്ടല്ലോ എന്നൊരു ആലോചന വന്നിട്ടിയാൽ അൽഹംദുലില്ലാഹ് പ്രതീക്ഷ ഉണ്ട്. നമുക്കൊക്കെ പ്രതീക്ഷ ഉണ്ട്, ആരെ കുറിച്ചും നമുക്ക് നിരാശയില്ല. അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾ കേട്ടോടി അൽഹംദുലില്ലാഹ്. ഏതായാലും കേട്ട നല്ലത്. ഏത് നിങ്ങൾ അഴവാ കോളേജും എന്തായിക്കോട്ടെ, പക്ഷെ എന്നാലും എവിടെയെങ്കിലും ലേശക്കൊന്നും കയറാതെ വെക്കൂല. ശരി അൽഹംദുലില്ലാഹ്. അപ്പൊ സൂഫിസവും ത്വരീഖത്തും നമ്മൾ ഇതിൽ പറഞ്ഞ വിഷയമാണ്. നമ്മൾ ഈ പോസ്റ്ററിൽ പറഞ്ഞ ബാനറിൽ പറഞ്ഞ വിഷയമാണ് സൂഫിസവും ത്വരീഖത്തും. ഇസ്ലാമികമോ എന്നാണ് ചോദിച്ചത്. അനിസ്ലാമികമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. പല കാരണങ്ങളാൽ ഇത് അനിസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിൽ പിൽക്കാലത്ത് കടന്നു വന്ന ചില ഭക്തി പ്രസ്ഥാനങ്ങളാണ് സൂഫിസം അല്ലെങ്കിൽ ത്വരീഖത്ത് എന്ന പേരിൽ പിൽക്കാലത്ത് കടന്നു വന്നത്. ആളുകള് മുസ്ലിമീങ്ങൾക്കിടയിൽ മുസ്ലിം രാജ്യങ്ങളിൽ വലിയ ഫിത്നകൾ വ്യാപകമായി വന്നപ്പോൾ ഇനി അതിന് രക്ഷപ്പെട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി ശിഷ്ടകാലം ഇബാദത്തിൽ കൂടി നമുക്ക് ജീവിക്കാം എന്ന ആത്മാർത്ഥതയായിരുന്നു അതിന്റെ തുടക്കക്കാർക്കെങ്കിൽ അത് പിന്നീട് ഒരു ഭക്തി പ്രസ്ഥാനമായി മാറുകയും ചില ശൈഖന്മാരുടെ പേരിൽ ഒരു പ്രത്യേക ടീമുകളായി രൂപപ്പെടുകയും ആ ശൈഖ് പറഞ്ഞത് എന്തും ദീനായി സ്വീകരിക്കുകയും ആ ശൈഖ് എന്തു നിശ്ചയിച്ചു കൊടുത്താലും അതൊക്കെ മതത്തിന്റെ ആചാരങ്ങളായി മാറുകയും ചെയ്തതാണ് സൂഫിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുസ്ലിയാക്കന്മാർ മാത്രമേ പ്രശ്നമാക്കുള്ളൂ, വേറെ ആർക്കും കുഴപ്പമില്ല. ഓലെ കൂടെ അതിനായിട്ട് കൊണ്ടുവന്ന കുറച്ച് മനുഷ്യന്മാരും അതൊക്കെ മുസ്ലിയാക്കന്മാർ ഒപ്പം വന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. മുജാഹിദീങ്ങൾ ഇരുന്നോളി, മുജാഹിദീങ്ങൾ ഇരിക്കി. നമുക്ക് ഈ പരിപാടി ഭംഗിയായി നടക്കുകയാണ് വേണ്ടത്. ഈ പരിപാടി ഭംഗിയായി മാന്യമായി നടക്കുകയാണ് വേണ്ടത്. ഇത് നടക്കരുത് എന്ന ആഗ്രഹമുള്ള കുറച്ച് ആളുകളുണ്ട്. ശ്രദ്ധിക്കാം, മുജാഹിദീങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളെ ഈ പ്രോഗ്രാം മാന്യമായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിന് പ്രത്യേകം ഒരുങ്ങി വന്ന ഏതാനും ആളുകളുണ്ട്. അവരുടെ അജണ്ടകൾ നടപ്പാകാൻ നമ്മൾ ഒരിക്കലും കൂട്ടിക്കരുത്. അതുകൊണ്ട് മുജാഹിദീങ്ങൾ മാറിയാൽ മതി. മറ്റുള്ളവർ ക്യാമറ പിടിക്കുന്നുണ്ട്, കൃത്യമായി ക്യാമറ പിടിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്മാരുടെയും കൃത്യമായി നമുക്ക് ക്യാമറ കിട്ടും. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ബേജാറാണ്ട, ഇവിടെ നല്ല പവറുള്ള ക്യാമറ ഉണ്ട്. ഓരോ മുസ്ലിയാക്കന്മാരുടെയും മുഖം കൃത്യമായി ക്യാമറയിലുണ്ട്. എല്ലാവരെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം മാന്യമായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ, മുസ്ലിയാക്കന്മാർ അതിനുവേണ്ടി പ്രത്യേകമായി കച്ചകെട്ടി കൊണ്ടുവന്ന ആളുകൾ, അവരിൽ എന്താ ആ മുസ്ലിയാരാണ് ഈ പ്രശ്നങ്ങൾ. അയാൾക്ക് നേരത്തെ തന്നെ ഉണ്ട്, അയാൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അസുഖം. അതുകൊണ്ട് അതങ്ങളുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, ഓലതിട്ട് പോയിക്കോട്ടെ. നമുക്ക് ഈ പരിപാടി മാന്യമായി നടക്കണം. ഇത്രയും മനുഷ്യന്മാർ അല്ലാഹുവിന്റെ ദീന് കേൾക്കാൻ, ദീനിന്റെ മജ്‌ലിസ് എന്ന നിലയ്ക്ക് ഇവിടുന്ന് കേൾക്കുന്ന വിഷയങ്ങൾ പഠിക്കാനും അറിയാനും അന്വേഷിക്കാനും തന്നെയാണ് ഈ അനേകായിരങ്ങൾ, ഈ നാട്ടുകാരായ മുഴുവൻ മനുഷ്യന്മാരും ഇവിടെ ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അതൊരു പ്രയാസം
വ്യത്യാസം ഉണ്ടാകും ചില മുസ്ലിയാക്കന്മാർക്ക്, സംശയമില്ല. ഏതായിരുന്നാലും ശരി, സൂഫിസം എന്നുള്ളത് പിൽക്കാലത്ത് കടന്നു വന്ന പിഴച്ച ചില ചിന്താ പ്രസ്ഥാനങ്ങളാകുന്നു. ഭക്തി പ്രസ്ഥാനങ്ങളായി രംഗപ്രവേശനം ചെയ്യുകയും എന്നിട്ട് ചില ശൈഖന്മാരുടെ പേരിൽ, ചില മഹാന്മാരുടെ പേരിൽ അത് പ്രത്യേകമായ സംഘങ്ങളായി, ഗ്രൂപ്പുകളായി രൂപപ്പെടുകയും ആ ശൈഖ് പറഞ്ഞെങ്കിൽ മാത്രം ദീനായി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതാണ് ഖാദിരിയ, റിഫാഇയ്യ, നഖ്ശബന്ദിയ്യ, ചിശ്തിയ്യ, സുഹ്റവർദിയ്യ, ഐദറൂസിയ്യ തുടങ്ങി ഒട്ടനേകം പേരുകളിൽ ഇന്നത് നാടുകളിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ പേരുകളിൽ ലോകത്ത് പലപ്പോഴായി അത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം ആ ശൈഖിന് അപ്രമാദിത്വം കൽപ്പിക്കുകയും ആ ശൈഖിനെ റഹ്മാനായ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം വരെ അതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോളി. മുജാഹിദിനിരിക്കി എല്ലാ മുജാഹിദിനും ഇരുന്നാ പിന്നെ ആരാ കുഴപ്പമുണ്ടാക്കാൻ വേറെ അറിയാലോ. എല്ലാ മുജാഹിദിനും ഇരിക്കുക, എല്ലാവരും നിൽക്കണോലെ പ്രത്യേകം കിട്ടും. എല്ലാവരും ഇരിക്കും, ഇത്ര ഉള്ളു പണി. ഇതിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എല്ലാവരും ഇരിക്കും, ഒരു കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ. എല്ലാവരും ഇരിക്കും. എല്ലാവരും ഇരിക്കുക. ഒരാൾ നിൽക്കണ്ട. കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശമുള്ളത് മാത്രം നിന്നാ മതി. കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കണം നിന്നോട്ടെ, അല്ലാത്തതൊക്കെ ഇരിക്കി. ശരി, അൽഹംദുലില്ലാഹ്, അങ്ങനെ ഇരിക്കി. അതാണ് വേണ്ടത്. എല്ലാവരും ഇരിക്കും. വളരെ മാന്യമായി ഈ പ്രോഗ്രാം നടക്കല്ലേ. നമുക്ക് 10 മണി വരെ സമയമുണ്ട്. ആ 10 മണി വരെ ഈ പ്രോഗ്രാം നടന്നേ പറ്റൂ. അത് നടക്കരുതെന്ന് ഒരിക്കലും നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മളൊരു കൂട്ടുകൂടാൻ പോലെ അവർ എല്ലാവരും ഇരിക്കുക, മുജാഹിദീനൊക്കെ ഇരിക്കുക. അതിനൊക്കെ നമുക്ക് എല്ലാത്തിലും ആര് കുഴപ്പമുണ്ടാക്കാൻ വന്നാലും ഇൻഷാ അല്ലാഹ് നടക്കും. റഹ്മാനായ റബ്ബിന്റെ സഹായം ഉണ്ടാകും. സലാഹുദ്ദീൻ മുസ്ലിം ഇരിക്കി. ശരി, എല്ലാ മുസ്ലിയാക്കന്മാരിരുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ മുസ്ലിയാക്കന്മാരിരുന്നു. നിങ്ങൾ ഇരിക്കി മുസ്ലിയാരെ, നിങ്ങൾ ഇരിക്കി. എന്താണ് ഉസ്താദ് നിങ്ങളെപ്പോലത്തെ ശരി? ഈ നാട്ടിൽ നിങ്ങളല്ലേ നോക്കുന്നത്. ഈ നിലക്ക് ഉസ്താദുമാരെ ശരിക്ക്. ശരി. അപ്പൊ അവസാനത്തെ മുസ്ലിയാരും വരുന്നു. ഇനി സലാഹുദ്ദീൻ മുസ്ലിയാർ നിങ്ങൾ പിന്നെ എണീക്കല്ലേ. സലാഹുദ്ദീൻ മുസ്ലിയാർ നിങ്ങൾ ഒപ്പമുള്ളവരൊക്കെ നിങ്ങൾ പറഞ്ഞാലേ എണീക്കുള്ളൂ, അല്ലെങ്കിൽ എണീക്കൂല. നമുക്ക് അറിയാലത്. അതുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഖൈർ. ഇനി ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. അൽഹംദുലില്ലാഹ്, അപ്പൊ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഇനി മാന്യമായി പരിപാടി മുന്നോട്ട് പോകാം. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ സൂഫിസമാണ് ചോദ്യം. ഞാൻ സൂചിപ്പിച്ചു, അത് പിൽക്കാലത്ത് കടന്നു വന്ന ചില പുതിയ ഭക്തി പ്രസ്ഥാനങ്ങളാണ്. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്ന ചില ഭക്തി പ്രസ്ഥാനങ്ങളാണത്. അത് പിന്നീട് ഖാദിരിയ്യ എന്നും, റിഫാഇയ്യ എന്നും, ഐദറൂസിയ്യ എന്നും, സുഹ്റവർദിയ്യ എന്നും, നഖ്ശബന്ദിയ്യ എന്നും ഒക്കെയുള്ള പേരുകളിലായി അത് പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ ശൈഖന്മാരെ അവരോധിക്കുന്നു. ആ ശൈഖിന് പലപ്പോഴും പ്രവാചകരുടെ സ്ഥാനം, ചിലപ്പോൾ പ്രവാചകന്മാരെക്കാൾ സ്ഥാനം, ചിലപ്പോൾ പ്രവാചകന്മാരെക്കാൾ സ്ഥാനം വരെ കൽപ്പിക്കപ്പെടുന്നു സമൂഹത്തിൽ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏതാണ് റബീഉൽ ആഖിറാണല്ലോ. ഈ റബീഉൽ ആഖിറിൽ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലാണല്ലോ നമ്മുടെ നാട്ടില് ആചാരങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ പുത്തൻ വാദങ്ങൾ നടക്കുന്നത്. ഇപ്പൊ അനാചാരം വേണ്ട എടുക്കാറ് വേണ്ട, പുത്തൻ വാദങ്ങൾ ഈ മാസത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ശൈഖ് ജിലാനിയുടെ പേരിലാണല്ലോ. എങ്കിൽ ആ ശൈഖിന്റെ പേരിൽ എഴുതപ്പെട്ട വരികൾ, മാലകളാവട്ടെ, മൗലിദാവട്ടെ, റാത്തീബാവട്ടെ, കുത്തുബിയത്താവട്ടെ, അല്ലാത്ത പാട്ടുകളാവട്ടെ, ആ പാട്ടുകൾ പരിശോധിച്ചാൽ അവിടെ കാണാം മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട പാട്ടുകൾ. എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട പാട്ടുകളിൽ കാണാം എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇതാണ് നമ്മളൊക്കെ നാട്ടിലുള്ള വിശ്വാസം. ഇത് ശരിയാണോ അല്ലേ നമ്മൾ ആലോചിച്ചാൽ മതി. ബാക്കി എല്ലാ വാശിയും മാറ്റിവെച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുക. ഞാൻ നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. സമുദ്ര സമാനമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ എന്റെ കുദ്റത്താകുന്ന കയ്യിലായിരുന്നു ആ കപ്പലിന്റെ സഞ്ചാരം. നമ്മുടെ നാട്ടിലെ വിശ്വാസം, നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിലെ വിശ്വാസം റബീഉൽ ആഖിറില് ഏത് ശൈഖിന്റെ പേരിലാണോ പാട്ടും ബെയ്ത്തൊക്കെ ഉള്ളത്, ആ ശൈഖിനെ പറ്റിയുള്ള വിശ്വാസ.
മുഹീദ്ദീൻ ഷെയ്ഖ് മൂസാ നബിനെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. എപ്പോ തൂരി സീന മലയിൽ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമായി സംസാരിക്കാൻ ചെല്ലുമ്പോൾ മൂസാ നബിയുടെ കൂടെ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടായിരുന്നു. മൂസാ നബിയുടെ വടി മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കയ്യിലെ വടിയിൽ നിന്ന് എടുത്തതാണ്. കുന്തു മഅ ഇബ്രാഹീമ മുൽഖം ബിനാരിഹി വമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബി തീയിലേക്ക് ഇട്ടപ്പോൾ അഭിമുഖമായി ഞാൻ ഉണ്ടായിരുന്നു. സഹോദരന്മാരെ, ഇത് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ഇനി റിഫായി ഷെയ്ഖ്, ആ റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട റിഫായി മൗലിദ് ഇനി നമുക്ക് രണ്ടാമത് ഇങ്ങനെ വെക്കാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. ആ റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട മൗലിദ്, ആ മൗലിദിൽ ഒരു വരി കാണാം, നല്ലോണം ശ്രദ്ധിച്ചോളി. ആത്മാർത്ഥമായി ദീനിനെ സ്നേഹിക്കുന്ന, ഇതൊക്കെ ദീനാണ് എന്ന് വിചാരിച്ച്, ഇതൊക്കെ മതമാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ആലോചിക്കുക. റിഫായി മൗലിദ് കിതാബിന് റിഫായി മൗലിദ് പറയാ. എന്താ പറഞ്ഞത്? ഇന്നി സമീതുൽ ഖിദറ യൗമൻ ഖാല ലി യൗമൽ മആദി സയഫ്തഖിറുൽ ഇസമീ. ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അത്രേ. എന്താ പറഞ്ഞത്? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂല് അഭിമാനം കൊള്ളും. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ അഭിമാനം കൊള്ളും. എന്തുകൊണ്ട്? ആരെക്കൊണ്ട്? ബിസയ്യിദിൽ കബീരി ബൈനൽ ഉമമി. എല്ലാ ഉമ്മത്തീങ്ങളുടെ മുമ്പിലും അഹ്മദുൽ കബീർ റിഫാഇയെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അഭിമാനം കൊള്ളും. യസ്അലു ജമീഅൽ അംബിയാഇ ആഖിറാ ബിയദിൽ കബീർ ബിനിൽ അലിയിൽ മുക്റമി ഹൽ ഇൻദകും ഫീ ഉമമിൻ മിൻ റജുലി ലാ ലാഫ വല്ലാഹ് മിസ്ലുഹു മിൻ ആലിമി. ചങ്ങായിമാരെ, മൗലിദൊന്നും വെച്ചുണ്ടാക്കല്ലേ, ഖുർആനൊന്നും ഏതലച്ചപ്പോൾ ഉണ്ടാക്കും. മൗലിദൊന്നും ശ്രദ്ധിക്ക്. റിഫാഇ മൗലിദിനെ പറയാന്ത്? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂല് മഹ്ശറ വൻസഭയിൽ റിഫായി ഷെയ്ഖിനെ കയ്യും പിടിച്ച് മഹ്ശറ ഒന്നാകെ നടക്കും. ഓരോ അമ്പിയാക്കന്മാരും ചെന്ന് കാണും. എന്നിട്ട് ഓരോ നബിയോടും അല്ലാഹു റസൂൽ ചോദിക്കുമെന്നാണ്. എന്ത് ചോദിക്കും? ഹൽ ഇൻദകും ഫീ ഉമമിൻ മിൻ റജുലി. നിങ്ങളുടെ ഉമ്മത്തികളിൽ ഉണ്ടോ ഇങ്ങനത്തെ ഒരാള്? നിങ്ങളെ ഉമ്മത്തിലുണ്ടോ ഇങ്ങനത്തെ ഒരാള് എന്നും ചോദിച്ച് റിഫായി ഷെയ്ഖിന്റെ കയ്യും പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ മഹ്ശറിൽ നടക്കുമെന്ന ശുദ്ധമായ കളവ് ആരാ കൂട്ടരെ എഴുതി ചേർത്തത്? ഇത് പുത്തൻ വാദമല്ലെങ്കിൽ, ഇത് പുത്തൻ ആചാരമല്ലെങ്കിൽ, ഇത് പിഴച്ച ബിദ്അത്തല്ലെങ്കിൽ വേറെ ഏതാ ബിദ്അത്ത്? അതുകൊണ്ട് ഈ സൂഫിസം, ഈ ത്വരീഖത്ത്, അതിന്റെ പേരിൽ കടന്നു വന്ന ഇത്തരം രീതികൾ അതൊന്നും പിന്നെ ഇസ്ലാമികമല്ല എന്നർത്ഥം. ഏതായിരുന്നാലും വളരെ കുറച്ച് മനുഷ്യന്മാരെ കുഴപ്പമുണ്ടാക്കും. ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മുന്നിൽ അതിനായിട്ട് പ്ലാൻ ചെയ്തു വന്ന കുറച്ച് മനുഷ്യന്മാര്, മുസ്ലിയാക്കന്മാരും ഓല കുട്ടാളികളും, അതല്ലാത്ത വേറെ ഒരാള് ഇവിടെ പ്രശ്നം. എല്ലാവരും ശ്രദ്ധിക്കുക. മുസ്ലിയാക്കന്മാർ നാളെ അങ്ങാടിക്ക് ഇറങ്ങാനുള്ളതല്ലേ. ഈ അങ്ങാടിക്ക് നാളെ ഈ നാട്ടിൽ ചോദിക്കൂലേ, എന്തിനാ ഉസ്താദ് അവിടെ കുഴപ്പമുണ്ടാക്കാൻ പോയി എന്ന് ചോദിക്കൂലേ? ഇത് മാന്യമായ രീതിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ ബാക്കി എല്ലാം വളരെ കൃത്യമാണ്. നിങ്ങളൊന്ന് മാന്യമായിരുന്നാൽ ബാക്കി എല്ലാം ഭംഗിയായി നടക്കും. നാളെ രാവിലെ ചോറുന്നാൻ പോകാനുള്ളതാ പല വീട്ടിലും. അവിടെ ചെല്ലുമ്പോൾ വീട്ടിലേക്ക് ഉസ്താദ് നിങ്ങൾ ഇന്നലെ ചെയ്ത് ശരിയായില്ല, അത് വേണ്ടില്ലായിരുന്നു എന്ന ആളുകൾ ചോദിക്കും. എന്തെങ്കിലും ആലോചിക്കുക. അതേപോലെ ഷെയ്ഖ് ജിലാനിയുടെ പേര് കുത്തുബിയത്ത് പറഞ്ഞ എന്താ? യാ കുത്തുബ അഹ്ലി സമാ വൽ അർളി വസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. എന്താ പറഞ്ഞത്? ആകാശഭൂമിയുടെ കുത്തുബും ഔസുമായ മഹാനവറുകളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ മഴയും അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. നിങ്ങളെ നാട്ടിൽ നിന്നാണ് എഴുതിയത് പറഞ്ഞു ഒരു മുസ്ലിയാര്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊന്നും ദീനല്ല, ഇതൊന്നും ശരിയല്ല. സൂഫിസം എന്ന് പറഞ്ഞാലും ത്വരീഖത്ത് എന്ന് പറഞ്ഞാലും ഏത് പേരിൽ പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ശരി, ഇനി അർത്ഥം ആലോചിച്ചോട്ടെ. ഹലോ, എല്ലാരും ഒന്ന് ഇരിക്കണം. ഉസ്താദ് ചോദ്യം ചോദിക്കുകയാണ്. എല്ലാരും ഇരിക്കണം. ആ ഉസ്താദാണ് ചോദ്യം ചോദിക്കുന്നത്. എല്ലാരും ഇരിക്കും. സഹോദര, ഇരുന്ന് ചോദിക്കും. എല്ലാരും ഒന്ന് ഇരിക്കുക. മൂലേരിട്ടകളൊന്ന് ഇരുന്നോടുത്താൽ ബാക്കി എല്ലാരും ഇരുന്നോളൂ. ഇരുന്നാ മതി. സലാഹുദ്ദീൻ മൂലേര് അടക്കം എല്ലാരും ഇരിക്കുക.
നമുക്കറിയാത്തോലെ നിൽക്കുന്നതിന് ഉത്തരവാദികൾ. അല്ല സഹോദര, മൂലരുട്ടികൾ ആദ്യം ഇരുന്നാ മതി. നിങ്ങളോട് ഇരുന്നോളി, ഇരുന്ന് ചോദിച്ചോളി. ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, അതൊക്കെ നമുക്കറിയാം. ഉസ്താദ് ചോദിക്കും, ഓന്റെ പേരെന്താ? ഉസ്താദിന്റെ പേരെന്താ? എന്റെ പേര് അബ്ദുസലാം. അബ്ദുസലാം ഉസ്താദ് ചോദിക്കും. സ്ഥലം നാദാപുരം. ആദ്യത്തെ ചോദ്യം, ആരാണ് ഷുറൈ സലഫി? കാണാൻ പുതിയിട്ടാണ്. ഇവിടെ ഉണ്ട്, ഈ ഇരിക്കുന്ന ആളാ. അവര് ഉത്തരം കിട്ടിയല്ലോ. അല്ല, അതല്ല, ഈ ഇരിക്കുന്ന ആളാണ്. നിങ്ങള് നബീൽ രണ്ടത്താണി. നിങ്ങളിപ്പോ നമ്മളെ പരിചയപ്പെടാൻ നിങ്ങളുടെ സമയം പിന്നെ നഷ്ടപ്പെടുത്തല്ലേ. പിന്നെ നേരത്തെ ഫൈസൽ മുസ്ലിയാര്, ഫൈസൽ പുതുപ്പറമ്പ് പറഞ്ഞു, നിങ്ങളെ ലഘുലേഖയിലും കണ്ടു, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ പുത്തനാചാരാണ്, അല്ല എന്താ പറഞ്ഞ പദന്തീനു, അനാചാരം. അനാചാരം. ആ അനാചാരമാണ് നബിദിനം എന്ന് പറഞ്ഞു, നബിദിനാഘോഷം. അനാചാരത്തിന് ഹദീസിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ പറ്റുമോ? ചോദ്യം. സഹോദരങ്ങളെ, ഈ സൈഡിലുള്ള ആളുകൾ ഒന്ന് ഇരുന്നാൽ മതി. ഇവിടെ വളരെ ഭംഗിയായി എല്ലാ ചോദ്യത്തിനും സമയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമുക്കറിയാം നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നിങ്ങൾ ഈ വന്നതും നല്ല ഉദ്ദേശം വെച്ചിട്ടാണ്. പക്ഷെ ചില ആളുകളുടെ ചില സ്വഭാവം ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കുറ്റപ്പെടുത്താനല്ല. ഇത്രയും മാന്യന്മാരിവിടെ നിൽക്കുമ്പോൾ ഒന്ന് അടങ്ങി നമ്മുടെ നാട്ടിനെ പറയിപ്പിക്കരുത്. നമ്മുടെ ആളുകൾ ഇവിടെ ഇവർ അന്യനാട്ടിൽ വന്ന പണ്ഡിതന്മാർ, ഏതോ വലിയ ഉസ്താദന്മാർ അങ്ങനെ തന്നെയാണ്. നമുക്ക് നാളെയും കാണേണ്ട ആളുകളല്ലേ. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക. ഇനി ഇവിടെ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ സ്വീകരിക്കേണ്ടല്ലോ, നിർബന്ധമില്ല. അതുകൊണ്ട് പ്ലീസ്, നമ്മൾ 10 മണിയുടെ ടൈമുള്ളൂ, കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കണം. ഇവിടെ ഉസ്താദന്മാർ മാന്യമായിട്ട് നമുക്ക് സഹകരിക്കുന്നുണ്ട്, ഇവിടെ രണ്ടു 3 സുഹൃത്ത്, ആ ചുവപ്പ് ഷർട്ട് ഇട്ട ഒരു സുഹൃത്തുണ്ട്, അത് സെയ്ദലി. ഇങ്ങനെ 2-3 ആൾക്കാരേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നാളെയും കാണാവുന്ന ആളുണ്ട്. ഇൻഷാ അല്ലാഹ് പരിപാടി നടക്കട്ടെ. ഇനി ശ്രദ്ധിക്കും. ശരി, ഇപ്പൊ മാന്യമായല്ലോ, ഇനി ശ്രദ്ധിക്കും. ഇനി നമ്മൾ ഉത്തരം കേൾക്കും. അപ്പൊ ഏതായിരുന്നാലും നേരത്തെ സലാഹുദ്ദീൻ മുസ്ലിയാർ ചോദിച്ചതിന്റെ ബാക്കിയായി തന്നെയാണ് ഈ ചോദ്യവും വരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമായി സ്ഥിരപ്പെട്ടൊരു കാര്യം, ഇത് ബിദ്അത്താണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതിനുള്ള തർക്കം എന്താണ്? ബിദ്അത്തിന് പുത്തൻ വാദം എന്ന് പറയണോ? പറഞ്ഞേ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ പുത്തൻ വാദം എന്ന് പറയണോ, അല്ല അനാചാരം എന്ന് പറയണോ, പുത്തൻ ആചാരം എന്ന് പറയണോ? ഇനി അങ്ങനെയാണെങ്കിൽ അതിന് ഹദീസ് തെളിവ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയോന്നാണ്. നമ്മളെ സംബന്ധിച്ച് പുതിയതാണ്. ഹദീസ് തെളിവ് ചോദിച്ചത് അല്ല, ഞാൻ ചോദിച്ചത് പുത്തൻവാദം ഉണ്ടോ എന്നതിന് ഹദീസ് തെളിവ് അല്ല. മനസ്സിലായി. അനാചാരം ആയ ഒരു കാര്യമാണ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പറഞ്ഞു. ഈ നബിദിനത്തിന് ഹദീസിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇബ്നു ഹജർ അസ്ഖലാനി തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ബേജാറോണ്ട് പറഞ്ഞു തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ആ ചോദ്യം തന്നെ പറഞ്ഞത് യഥാർത്ഥത്തില് പുത്തൻ വാദമാണ് എന്ന കാര്യത്തിൽ ഇപ്പൊ നമ്മൾ തർക്കം തീർന്നു. ഞാൻ അനാചാരം എന്ന് വിടുക, പുത്തൻ വാദമാണ് അത് മുതലായിക്കോട്ടെ. അൽഹംദുലില്ലാ. എന്നാ നാളെ മൂലമൊക്കെ പറഞ്ഞുകൊടുക്കി, നാളെ മുതൽ ഈ നാട്ടിലേക്ക് പറഞ്ഞുകൊടുക്കി പുത്തൻ വാദാണ്. അൽഹംദുലില്ലാ. ശരി, അപ്പൊ സലാഹുദ്ദീൻ മുസ്ലിയാർ സമ്മതിച്ചു പുത്തൻ വാദാണ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. നിങ്ങൾ അത്ര സമ്മതിച്ചാൽ മതി, നിങ്ങൾ അത്രേ സമ്മതിക്കുള്ളൂ, നിങ്ങൾ അത്രേ സമ്മതിക്കും. അതും വല്ലിട്ടല്ലേ. ശരി. മൂപ്പര് ചാടിപ്പോയത്, മൂപ്പര് എഴുന്നേറ്റ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ കുഴപ്പമില്ല. സലാഹുദ്ദീൻ മുസ്ലിയാർ തുള്ളി, അതാ പ്രശ്നം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ചെയ്യുന്നു. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇനി അത്തരമൊരു പുത്തനാചാരം ആ പുത്തനാചാരത്തിന് ഇനി ഹദീസ് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുണ്ടാവോ? അങ്ങനെ തെളിവുണ്ടായ പുത്തനാചാരം ആവോ? അത് പുത്തനാചാരം ആവോ? യഥാർത്ഥത്തില് ഹദീസ് ഉണ്ട് എന്ന് പറയാം, എന്നിട്ട് പുത്തനാചാരം എന്നും പറയാം. ഇനി മാത്രമല്ല, പുത്തൻ വാദം എന്നാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഇത് കൊണ്ടെടുക്കുന്ന ആളുകളെ പറ്റി അവര് പുത്തൻവാദികൾ എന്തെങ്കിലും പറയണ്ടേ? ഇത് പുത്തൻ വാദമാണ് എന്നതിൽ തർക്കം തീർന്ന സ്ഥിതിക്ക് ഇനി എന്ത് പറഞ്ഞു? ഞങ്ങൾ പറയുന്നു ഒരു പുത്തൻ വാദവും